ഏറെ കാത്തിരുന്ന ദൃശ്യം സിനിമയുടെ മൂന്നാം ഭാഗത്തിന്റെ ട്രെയിലറിൽ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ട്രെയിലർ ഡീകോഡിംഗ് വീഡിയോ ആണിത്. ഈ വീഡിയോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തു പോകാവുന്നതാണ്. അല്ലാത്തവർ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. 13 വർഷത്തിനിടെ പുറത്തിറങ്ങുന്ന ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗമാണിത്. ദൃശ്യം ഫസ്റ്റിലും സെക്കൻഡിലും കേരള പോലീസ് ആയിരുന്നു ജോർജ് കുട്ടിയുടെ ശത്രു. എന്നാൽ ദൃശ്യം 3യിൽ ഇത്തവണ ജോർജ് കുട്ടി നേരിടാൻ പോകുന്നത് മീഡിയനെയാണ്. മീഡിയ പോലീസുകാരെ പോലെയല്ല, അവർക്ക് അതിർവരമ്പുകളില്ല. സത്യം തെളിയിക്കാൻ അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച കാര്യം നടപ്പിലാക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറായി നിൽക്കുന്നവരാണ് മീഡിയ. വളരെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന അധികമാരും അറിയാതെ പോയ പല ക്രൈം കേസുകൾ ഇന്നത്തെ കാലത്ത് തെളിയിച്ചത് മീഡിയയാണ്. ഓരോ മീഡിയ ചാനലുകളും നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രാമുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി കേസ് തെളിയിക്കാൻ അവർ എത്രത്തോളം തന്ത്രശാലികളാണെന്ന് മനസ്സിലാക്കാൻ. ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ ഈ വിഷയവും സമർപ്പിക്കുന്നു. സത്യത്തെ കുഴിച്ചുമൂടി നുണയെ പ്രതിഷ്ഠിക്കാനും മീഡിയയ്ക്ക് സെക്കൻഡുകൾ മാത്രം മതി. ജനഗണമന സിനിമയിൽ പറയുന്നത് പോലെ ജനങ്ങൾ ഒരു കാര്യം സത്യമാണെന്ന് വിശ്വസിക്കണമെങ്കിൽ അതിന്റെ ആദ്യത്തെ തെളിവ് മീഡിയയിലുണ്ടല്ലോ എന്നതാണെന്ന്. ന്യൂസ് മലയാളം എന്ന മീഡിയ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കഥാപാത്രമാണ് വീണ നന്ദകുമാറിന്റേത്. ഒരിക്കൽ പോലീസ് തോറ്റുപോയ വരുൺ കൊലപാതക കേസ് ഇത്തവണ കുത്തിപ്പൊക്കി ഒരു ഡോക്യുമെന്ററിയായി ഷൂട്ട് ചെയ്ത് അവരുടെ ചാനലിലൂടെ പ്രേക്ഷകരെ കാണിക്കാനാണ് അവർ ഇത്തവണ ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ ചാനലിന്റെ TRP റേറ്റിംഗ് കൂട്ടാനും യഥാർത്ഥ സത്യം എന്ത് വില കൊടുത്തും പുറത്തു കൊണ്ടുവന്ന് പോലീസ് തോറ്റുപോയെടുത്ത് മീഡിയ ജയിക്കുന്നത് പ്രേക്ഷകരെ കാണിക്കാനുള്ള തത്രപ്പാടിലാണ് വീണയുടെ ടീം. അതിനുവേണ്ടി വരുൺ കൊലപാതക കേസിൽ ജോർജ് കുട്ടിക്കെതിരെ നിന്ന് തോറ്റുപോയ പോലീസ് ഉൾപ്പെടെയുള്ള പല ആളുകളെയും വീണയുടെ ടീം നേരിട്ട് പോയി കണ്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. ഗണേഷ് കുമാറിന്റെ പോലീസ് കഥാപാത്രത്തിനോട് വീണ കളിയാക്കി പറയുന്നുണ്ട്, അങ്ങനെ കേരള പോലീസും ജോർജ് കുട്ടിയുടെ ഫാനായി പോയല്ലേ എന്ന്. ഇത് ശരിക്കും ഒരു മുന്നറിയിപ്പാണ്. അതായത് പോലീസ് തോറ്റുപോയെടുത്ത് ഇത്തവണ എന്തായാലും മീഡിയ ജയിക്കുമെന്നുള്ള ഓവർ കോൺഫിഡൻസ്. ട്രെയിലറിന്റെ തുടക്കത്തിൽ ജോർജ് കുട്ടിയുടെ കുടുംബവും അഡ്വക്കേറ്റും തമ്മിൽ ഡിന്നർ കഴിക്കുന്നതിനിടയിൽ അഡ്വക്കേറ്റ് പറയുന്നുണ്ട് എല്ലാ ആളുകൾക്കും ഈ ഒരു കേസിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെന്ന്. ശരിക്കും വക്കീൽ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അതേ സ്ഥലത്ത് വെച്ച് ജോർജ് കുട്ടിയോട് വക്കീൽ ചോദിക്കുന്നുണ്ട് ആസിഡിനെ കുറിച്ച് എന്താണ് അവരോട് പറയാത്തത് എന്ന്. ആരോട് പറഞ്ഞു എന്നാണ് വക്കീലോട് ഉദ്ദേശിക്കുന്നത്? വേറെ ആരുമല്ല, മീഡിയയെ കുറിച്ചാണ്. ഒരുപക്ഷെ ഈ പറഞ്ഞ മീഡിയ ജോർജ് കുട്ടിയെ കണ്ട് വരുൺ കൊലപാതകത്തിനെ കുറിച്ചും ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗത്തിൽ കോടതിയിൽ ജോർജ് കുട്ടി നിരത്തിയ തെളിവുകളെ കുറിച്ച് കുറെ ചോദ്യങ്ങൾ ചോദിച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ ട്രൈ ചെയ്തിരിക്കാമെന്നാണ്. അങ്ങനെയാണെങ്കിൽ പിന്നീട് അവർ ടെലികാസ്റ്റ് ചെയ്യുന്ന ഡോക്യുമെന്ററിയിൽ ജോർജ് കുട്ടി പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള പല കാര്യങ്ങൾ ഉൾപ്പെടുത്തി എന്നാണ് ഇതിൽ നിന്നും തെളിയുന്നത്. വീണയുടെ മീഡിയ ചാനൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ഡോക്യുമെന്ററി പ്രോഗ്രാം ജോർജ് കുട്ടിയുടെ മക്കൾ കാണുമ്പോൾ തന്റെ അച്ഛൻ ഒരു ക്രിമിനൽ ആണെന്ന് അവർ ചിന്തിക്കുമെന്നുള്ള ടെൻഷൻ ജോർജ് കുട്ടിക്കുണ്ട്. ഈ കാര്യം ജോർജ് കുട്ടി വക്കീലിനോട് നേരിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. ജോർജ് കുട്ടിയുടെ കുടുംബത്തിന്റെ പ്രൈവസിയിലേക്ക് മീഡിയക്കാർ ഇടിച്ചു കയറുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ജോർജ് കുട്ടിയുടെ 2 മക്കൾ വീടിന്റെ പുറത്ത് ആരെയോ കണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് വേഗത്തിൽ കർട്ടൻ വലിച്ചിടുന്നത്. ദൃശ്യം 2ന്റെ അവസാനത്തിൽ പോലീസ് സ്റ്റേഷന്റെ അടിയിൽ കുഴിച്ചിട്ട് ഡെഡ് ബോഡി വരുണിന്റേതല്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ പോലീസ് സ്റ്റേഷന്റെ അടിയിൽ കണ്ട ഡെഡ് ബോഡി ഏതാണെന്നും അതെങ്ങനെ വന്നു എന്നുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പോലീസ് സ്റ്റേഷന്റെ അകത്ത് വെച്ച് ജോർജ് കുട്ടിയെ കണ്ടുവെന്ന് സാക്ഷിയായ ജോസ് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജോർജ് കുട്ടി സ്റ്റേഷനിൽ കുഴിച്ചിട്ട ഡെഡ് ബോഡി ഏതാണെന്നുള്ള ചോദ്യത്തിന് ദൃശ്യം 3യിൽ ഉറപ്പായും ഉത്തരം പറയേണ്ടി വരും. ജോർജ് കുട്ടി എല്ലാ രഹസ്യങ്ങളും വീട്ടുകാരോട് തുറന്നു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരുപക്ഷെ മീഡിയ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ചാനലിലൂടെ പുറത്തുവിടുന്ന കാര്യങ്ങൾ സത്യമാണോ കള്ളമാണോ എന്ന് പോലും മക്കൾക്ക് സംശയം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ട്രെയിലറിൽ നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട്? ആദ്യത്തെ 2 ഭാഗങ്ങളിലെ പോലെയല്ല ഇത്തവണ ജോർജ് കുട്ടി നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. ഇത്രത്തോളം ടെൻഷൻ അടിച്ച ജോർജ് കുട്ടിയെ മുൻപൊന്നും കണ്ടിട്ടില്ല. സമാധാനമായി കുടുംബം ഒത്തൊരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ജോർജ് കുട്ടിയുടെ ഫോണിലേക്ക് വരുന്ന മെസ്സേജ് അല്ലെങ്കിൽ മീഡിയ വാർത്ത കണ്ട് ഞെട്ടുന്ന ജോർജ് കുട്ടിയെ പലപ്പോഴും കാണിക്കുന്നുണ്ട്. വരുണിനെ കൊന്ന് ഡെഡ് ബോഡി ജോർജ് കുട്ടി പോലീസ് സ്റ്റേഷനിൽ കുഴിച്ചിടുന്നത് നേരിട്ട് കണ്ട ജോസിനെ മീഡിയക്കാർ പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതേ ജോസ് പിന്നീട് മീഡിയക്കാർ തന്നെ വന്ന് കണ്ട കാര്യം ജോർജ് കുട്ടിയോട് സംസാരിക്കുന്നുണ്ട്. ദൃശ്യത്തിന്റെ 2ാം ഭാഗത്തിൽ കൃത്യമായി കാണിക്കുന്നുണ്ട് ജോസിന് അവന്റെ തകർന്ന ഫാമിലി തിരികെ പിടിക്കണമെങ്കിൽ കാശ് വേണമെന്ന്. കാശിന് വേണ്ടിയാണ് ജോസ് കണ്ട കാര്യം പോലും പോലീസുകാരോട് പറയുന്നത്. കാശിന് ആവശ്യമുള്ള ജോസിന് ജോർജ് കുട്ടി ഒരു വലിയ തുക ഓഫർ കൊടുത്ത് തന്റെ കൂടെ കൂട്ടിയത് കൊണ്ടാകാം മീഡിയക്കാര് ജോസിന്റെ അടുത്ത് വന്ന കാര്യം ജോർജ് കുട്ടിയോട് പറയാനുള്ള കാര്യം. വീണയുടെ മീഡിയ റിപ്പോർട്ടർ കഥാപാത്രം ബസ്സിൽ നിന്നും ഇറങ്ങി വന്ന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറിലേക്ക് ലക്ഷ്യം വെച്ച് വരുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് വീണയുടെ കഴുത്തിൽ ID കാർഡ് ഇല്ല. ഒരു അൺഒഫീഷ്യൽ വിസിറ്റിലൂടെ കാറിനകത്തിരിക്കുന്ന അജ്ഞാതന് വീണ വിവരങ്ങൾ കൈമാറുന്നുണ്ടാകാം. അതുമല്ലെങ്കിൽ ഈ മീഡിയ റിപ്പോർട്ടിങ്ങിന് ബാക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു അജ്ഞാതൻ സിനിമയിലുണ്ട്. അതൊരു പക്ഷേ വരുണിന്റെ മാതാപിതാക്കളാകാം, അല്ലെങ്കിൽ ജോർജ് കുട്ടിയുടെ മുൻപിൽ തോറ്റുപോയ പോലീസ് ഉദ്യോഗസ്ഥനാകാം. ആരായാലും ജോർജ് കുട്ടി ഇത്തവണ തോറ്റുപോകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കാം ആ കാറിനുള്ളിലുള്ളത്.
ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗത്തിൽ മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റിയെ ജോർജ് കുട്ടി വിദഗ്ധമായി പറ്റിച്ച് ബോഡി മാറ്റുന്നുണ്ട്. എന്നാൽ അതേ സെക്യൂരിറ്റി പിന്നീട് ജോർജ് കുട്ടിയുടെ വീട്ടിലേക്ക് വരുന്നതായി ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായി ആ സെക്യൂരിറ്റി വീട്ടിലേക്ക് വരുമ്പോൾ ഇത് മറ്റാരെങ്കിലും കാണുമോ എന്ന് ഓർത്ത് ജോർജ് കുട്ടി ടെൻഷൻ അടിക്കുന്നുണ്ട്. ദിനേശ് പ്രഭാകരന്റെ സെക്യൂരിറ്റി കഥാപാത്രം ഇത്തവണ വന്നിരിക്കുന്നത് തനിക്കറിയാവുന്ന ചില രഹസ്യങ്ങൾ പറയാനായിരിക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ജോർജ് കുട്ടിയുടെ മുൻപിൽ ഇത്തവണ ഒന്നല്ല ഒരുപാട് ശത്രുക്കളുണ്ട്. ജോർജ് കുട്ടിയുടെ മക്കളുടെ ഫോണിലേക്ക് വന്ന എന്തോ ഒരു വാർത്ത കണ്ട് അവർ രണ്ടുപേരും ഞെട്ടുന്നതായി കാണാം. ജോർജ് കുട്ടി വളരെ വിദഗ്ധമായി ഒളിപ്പിച്ചു വെച്ച എന്തോ ഒരു വലിയ തെളിവ് മീഡിയ കണ്ടെത്തിയിരിക്കുന്നുവെന്ന് അനുമാനിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ആ ഒരു തെളിവ് വെച്ച് ജോർജ് കുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് സത്യം പുറത്തു കൊണ്ടുവരാനും സാധ്യതയുണ്ട്. പറമ്പിൽ നിൽക്കുന്ന ജോർജ് കുട്ടി എന്തോ കേട്ട് ഞെട്ടി തിരിഞ്ഞു നോക്കുന്നതായും പിന്നീട് ജോർജ് കുട്ടിയുടെ മകൾ കിടക്കുന്ന റൂമിന്റെ മുകൾ ഭാഗത്തായി ആരോ ഒരാൾ വന്നിരിക്കുന്നതായും അയാളെ തേടി ജോർജ് കുട്ടി ഓടി വരുന്നതായും കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മീഡിയ മാത്രമല്ല, മീഡിയയുടെ പിറകിൽ നിന്ന് കളിക്കുന്ന ഒരു അജ്ഞാതനുണ്ടെന്ന് തീർച്ചയാണ്. ദൃശ്യം 3യുടെ ടീസറിൽ പള്ളിയിലിരിക്കുന്ന ജോർജ് കുട്ടിയെ കാണിച്ചുകൊണ്ട് ഒരു വോയിസ് ഓവർ കേൾപ്പിക്കുന്നുണ്ട്. അതിൽ ജോർജ് കുട്ടി പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ് എന്റെ കുടുംബം. ആ കുടുംബം തകരുന്ന ഒരു അവസ്ഥയിൽ മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടിയതാണെന്നും എന്നാൽ എനിക്കിപ്പോൾ നല്ല പേടിയാണെന്നും പറയുന്നുണ്ട്. എന്നാൽ ഈ ടീസറിൽ കാണിക്കുന്നത് പോലെ പള്ളിയിലിരുന്ന് ദൈവത്തിനോട് പറയുന്ന ഒരു വോയിസ് ഓവർ അല്ല അത്. കാരണം ആ വോയിസ് ഓവറിന്റെ അവസാനത്തിൽ ജോർജ് കുട്ടി പറയുന്നത് ഇങ്ങനെയാണ്, എനിക്കിപ്പോൾ നല്ല പേടിയുണ്ട് സാറേ എന്ന്. ദൃശ്യം 1ലെ ക്ലൈമാക്സിൽ പറയുന്നത് പോലെ ഒരു ഏറ്റുപറച്ചിലാണിത്. ഇവിടെ സാറേ എന്ന് വിളിച്ച് താൻ ചെയ്തത് ഏറ്റു പറയണമെങ്കിൽ ഒരിക്കലും അത് വരുണിന്റെ മാതാപിതാക്കളോടായിരിക്കില്ല ജോർജ് കുട്ടി പറയുന്നത്. കാരണം ഓൾറെഡി ജോർജ് കുട്ടി അവരോട് ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെയുള്ളൊരു സാധ്യത എന്താണെന്ന് വെച്ചാൽ ദൃശ്യം 3യിൽ പിടിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനോടോ അല്ലെങ്കിൽ കോടതിയിലെ മജിസ്ട്രേറ്റിനോടോ പറയുന്ന ഒരു അപേക്ഷയായിരിക്കാം അത്. എന്തായാലും ദൃശ്യം 3യിൽ ജോർജ് കുട്ടി നല്ലതുപോലെ പേടിക്കുന്നുണ്ടെന്ന് നിശ്ചയമാണ്. ജോർജ് കുട്ടിയെ സഹായിക്കുന്ന അഡ്വക്കേറ്റ് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ പോയി എന്തോ കാര്യമായിട്ട് പറയുന്നത് കാണിക്കുന്നുണ്ട്. മജിസ്ട്രേറ്റിന്റെ മുന്നിൽ പോയി ഒരു വക്കീല് പേഴ്സണലായിട്ട് സംസാരിക്കണമെങ്കിൽ എക്സ്ക്ലൂസീവായ ഒരു എവിഡൻസ് വക്കീലിന് കിട്ടിയിട്ടുണ്ടെന്ന് നിശ്ചയമാണ്. ട്രെയിലറിന്റെ തുടക്കത്തിൽ വക്കീല് ജോർജ് കുട്ടിയോട് ഡെഡ് ബോഡി നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച ആസിഡിനെ കുറിച്ച് ചോദിക്കുന്നത് തെളിവ് ശേഖരിക്കാൻ വേണ്ടി തന്നെയാണ്. എന്നാൽ ജോർജ് കുട്ടി ആസിഡ് ഉപയോഗിച്ച് ഡെഡ് ബോഡി നശിപ്പിച്ചു എന്നത് പൂർണ്ണമായും സത്യമല്ല. അങ്ങനെയാണെങ്കിൽ ജോർജ് കുട്ടി തന്റെ വക്കീലിനോടും കള്ളം പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ദൃശ്യം സീരീസിലെ അവസാനത്തെ സിനിമയായിരിക്കും ദൃശ്യം 3. അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ദൃശ്യം ടീമിന്റെ ഒരു ഇന്റർവ്യൂവിനിടയിൽ ലാലേട്ടൻ അറിയാതെ പറയുന്നുണ്ട്, ഇത്തവണ ജോർജ് കുട്ടി ഈ ഒരു പ്രശ്നത്തിൽ നിന്നും എന്തായാലും ഫ്രീ ആകുമെന്ന്. പെട്ടെന്ന് അറിയാതെ പറഞ്ഞതാണെങ്കിലും ദൃശ്യം 4ഉം 5ഉം ഇതിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ അത് ബാലൻസ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ പേഴ്സണലി മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയണേ. അതായത് ദൃശ്യം ആദ്യ ഭാഗത്തിൽ ജോർജ് കുട്ടിക്കെതിരെ വന്ന ഒരു തെളിവാണ് ജോർജ് കുട്ടി നടത്തിയ യാത്ര. ആ യാത്രയിൽ മനഃപൂർവ്വം ചില മാറ്റങ്ങൾ വരുത്തിയാണ് ജോർജ് കുട്ടി കേസിൽ നിന്നും രക്ഷപ്പെടുന്നത്. ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ജോർജ് കുട്ടി ഒരു സിനിമ പിടിക്കാൻ പോകുന്നു. അതിനായി ഒരു എഴുത്തുകാരന്റെ അടുത്ത് പോയി പിന്നീട് ഒരു പുസ്തകം എഴുതി അത് തെളിവായി ഉപയോഗിച്ചുകൊണ്ടാണ് കേസിൽ നിന്നും രക്ഷപ്പെടുന്നത്. എന്നാൽ ദൃശ്യം 3യിലേക്ക് വരുമ്പോൾ ജോർജ് കുട്ടിക്ക് മുൻപിൽ നിൽക്കുന്നത് മീഡിയയാണ്. ഒരു 4ാം ക്ലാസ്സുകാരനായ സാധാരണ മനുഷ്യൻ ഹൈലി ടെക്നിക്കലി അപ്ഡേറ്റഡ് ആയ മീഡിയയുടെ മുൻപിൽ എങ്ങനെ പോയാലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ദൃശ്യം 2ന്റെ അവസാനത്തിൽ പറയുന്നത് പോലെ ഈ കേസ് ഒരിക്കലും ക്ലോസ് ആകുന്നില്ല. ജോർജ് കുട്ടി എപ്പോഴും തന്റെ എതിരാളികളുടെ പിറകിലാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്കെതിരെ വരുന്ന ശത്രുക്കളെ മുൻകൂട്ടി കണ്ട് ജോർജ് കുട്ടി തന്നെ മീഡിയയെ കൊണ്ട് ഈ കേസ് കുത്തിപ്പൊക്കി പിന്നീട് അവരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്നും തന്റെ ഫാമിലിയെ എന്നേക്കുമായി എക്സിറ്റ് ചെയ്യാനുള്ള ശ്രമമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതും വേണമെങ്കിൽ ഒരു പോസിബിലിറ്റിയാണ്. ട്രെയിലറിൽ പറയാൻ വിട്ടുപോയ ആശയങ്ങൾ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.